all, welcome back to our channel. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫെബ്രുവരി 4-ാം തീയതിയും 5-ാം തീയതിയും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അതിന് ശേഷമാണ് എനിക്ക് സുഖമില്ലാണ്ടായത്. അപ്പോൾ അതിനു മുമ്പും സുഖമില്ലാണ്ടായ അതുവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ദിയക്കുട്ടീൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഹായ് പറ ഹായ് പറ ഹായ് പറ. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ പോവാണ്. ചുച്ചു ഞാൻ അമ്മ എങ്ങനെ ഇരിക്കും, എങ്ങനെ എല്ലാരും കൂടെ ഒരു ഇതിലിരിക്കും. ഇതൊക്കെ കുട്ടിയുടെ കൈ അടക്ക്. ചുച്ചു ഹായ് പറ. അപ്പല്ലേ താറ്റ് പോകാന് അപ്പൊ നമ്മള് ദിയക്കുട്ടീന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. അവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ കല്യാണത്തിനൊക്കെ പോയി വന്നതിന്റെ ഒരു ക്ഷീണം. അപ്പൊ അവിടെ പോയി ബിരിയാണി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ദിയക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പൊ അതിന് വേണ്ടി പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവാം. ശരിക്കും രണ്ടുപേരും എവിടെ പോണ? എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ടോയ്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് ഹേസു ചിരിക്കി ഹേസു. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഹിജാബ് എനിക്ക് പ്രമോഷന് കിട്ടിയ ഹിജാബാണ് കേട്ടോ. നമുക്കപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഹിജാബും ഈ ഒരു കോട്ടൺ ക്രിങ്കിൾഡ് ഹെവി ക്രിങ്കിൾഡോ അങ്ങനെ എന്തോ പറയുന്ന പേരിലുള്ള ഹിജാബും കൂടിയാണ് അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ പേജ് കയറി നോക്കുക ഇൻസ്റ്റാഗ്രാമിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നല്ല കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അവരുടെ പേജ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഈ റാബിറ്റ് പഫി എന്ന് പറയുന്നത് നന്നായിട്ട് കേട്ടോ. അത് കാണാനും ഇടാനും നല്ല സോഫ്റ്റ് മെറ്റീരിയലും കൂടിയാണ്. ഇതാണ് കേട്ടോ ഗിഫ്റ്റ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, തൃശ്ശൂർ എൻ്റെ നാത്തൂൻ്റെ മോളുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞതും ചുച്ചുക്ക് നല്ല പനി വന്നു, കുട്ടികൾക്കൊക്കെ പനി വന്നു, മൊത്തത്തിൽ എല്ലാവർക്കും സുഖമില്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ വീടെത്തിയിട്ടുണ്ട്, അമ്മാൻ്റെ വീടെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞു, അതായത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ വീട്ടിലൊന്നും വെക്കില്ല, എനിക്ക് എന്തെങ്കിലും മാരി ഇടണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു അല്ലെങ്കിലും ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ ബിരിയാണിയാണ് വെക്കുന്നത്, എല്ലാവരും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ നല്ല മുട്ടുണ്ടോ ഹയാൻ എനിക്ക് എങ്ങടെ ഓടണേ? ഹനാൻ 5th ഹാപ്പി ബർത്ത്ഡേ. എന്താണിത് ചിച്ച് കണ്ട്? അമ്മ ചോറ് വേഗം. എന്തൊക്കെയോ ഉണ്ടല്ലോ. വാവ്, അമ്മ നീ ഉണ്ടാക്കണ്ട ചട്ടിയില് ബിരിയാണി. സൂപ്പറാണല്ലോ. പ്രശ്നം എന്താ നീ കാണിക്കണേ? സെലിബ്രേറ്റ് ചെയ്യേ? സർപ്രൈസ് ആയിട്ടേ അറിയാനേ. പോയി ഹെൽപ്പ് എല്ലാവരും പോയി
മുറിച്ച് കൊടുക്കും കുട്ടിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാ കണ്ണ് തട്ടുന്ന സയാക്ക് കൊടുക്ക് സയാക്ക്. കേക്ക് മുറിച്ച് തിന്നോളൂ എല്ലാരും. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഇന്ന് ഇക്കാൻ്റെ അനിയത്തിമാർക്കും ഏട്ടത്തിമാർക്കും ഒക്കെ ഇവിടെ വിരുന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉച്ചയാകുമ്പോഴേക്കും പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ, എല്ലാം അടുക്കി പെറുക്കി വെക്കാനൊക്കെ. ബാക്കി ചോറ് വന്നിട്ട് മാത്രം പുറത്താണ് വെപ്പിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവരും വന്നപ്പോൾ പിന്നെ ഞാൻ അവരുടെ മുമ്പിൽ അങ്ങനെ ഫോൺ എടുത്തിട്ട് ഇരിക്കൊന്നുമില്ല. അങ്ങനെ അവരോട് സംസാരിക്കാനും പിന്നെ ബാക്കി എനിക്ക് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ കാണാം. ഹേസനോട് ഇരിക്കണ അറിയില്ല. അയാളുടെ മൊബൈല് ഞാൻ വാങ്ങി വെച്ച അതിന്റെ ദേഷ്യത്തിന് rate of interest 10.85. Into 10.85. ബാങ്കിൽ നിന്ന് വന്നും കുറച്ച് നേരം മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ വേഗം മൂഡ് ഓഫ് ആയിരുന്നിട്ട് കാര്യമില്ലല്ലോ, വേഗം പണികളൊക്കെ തുടങ്ങണ്ടേ. അവരൊക്കെ വിരുന്നുകാരൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പണിയിലേക്ക് പോയി. ഫ്രൂട്ട് സലാഡ് സാധാ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വേറൊരു ഡേ ഇൻ മൈ ലൈഫിലുണ്ട്, ആവശ്യമുള്ളവർ അത് നോക്കുക. അതിൽ കുറച്ച് അഡീഷണൽ വേറെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. അതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രെഡ് കൊണ്ട് ഒരു പുഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ തൈര് കൊണ്ട് ഒരു സ്പെഷ്യൽ ഒരു ഡെസേർട്ടും കൂടെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് എല്ലാവരും വന്നപ്പോൾ പെട്ടെന്ന് ഒന്നും കാണിക്കാനും പറ്റിയില്ല, അതാണ് സത്യം. ഇത് നമ്മുടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കസ്റ്റേർഡിൻ്റെ ആവശ്യമില്ല, അതിന് പകരം ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കുറച്ച് മയണൈസും ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയാണ്. അതും പ്രത്യേക ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കാര്യങ്ങളൊക്കെ വിളമ്പണം. അതിൻ്റെ ഉള്ളിൽ എനിക്ക് പുഡിങ് ഉണ്ടാക്കാനുള്ള പാലിൻ്റെ ആ ഒരു സിറപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തൈര് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം, അതിന് തൈര് കുറച്ച് തിക്കായിട്ട് വേണം. ഇത് കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അരിപ്പിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ താഴെ വന്ന് കിട്ടും കേട്ടോ. ഇതൊരു മധുരവും എരിവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വെള്ളമൊക്കെ കളിക്കുന്നതാണ്. ഇത് നാരങ്ങ വെള്ളമാണ്. അതിൽ ഒരു കഷ്ണം ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് അടിക്കുന്നതാണ്. ഇത് ഞാൻ കുറേ മുമ്പ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ പുഡിങ് കേട്ടോ. ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഗ്യാപ്പിൽ തന്നെ ഇപ്പോൾ ഒരു 7:30 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഒന്ന് വിളമ്പാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞത് പുറത്തുനിന്നാണ് ഉണ്ടാക്കിച്ചത്. നമുക്ക് നമ്മുടെ ഫാമിലി തന്നെയുള്ള നമ്മുടെ ഒരു റിലേറ്റീവാണ് ചോറ് ഉണ്ടാക്കി തന്നത് കേട്ടോ. അവർ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഇവിടെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി വെക്കുകയാണ് കേട്ടോ. ബീഫ് ബിരിയാണിയാണ്, നല്ല അടിപൊളി പാലക്കാടൻ ബീഫ് ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ ചോറിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഇക്കടെ വീട്ടുകാരെ കാണിക്കാത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒന്നും കൂടെ പറയുകയാണ്. അവർക്ക് ക്യാമറ ഫേസ്, അതായത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവരുടെ ഫേസ് ഒന്നും ഞാനിതിൽ കാണിക്കാത്തത്.
ഞാൻ മുമ്പ് കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇക്കാക്ക് എത്ര പെങ്ങന്മാരാണെന്നൊക്കെ, എങ്കിലും പുതിയതായിട്ട് വീണ്ടും ആൾക്കാർ ചോദിക്കലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇക്കാക്ക് 5 പെങ്ങന്മാരും ഒരു ബ്രദറും ആണ് ഉള്ളത്. ബ്രദർ മൂത്തതാണ്, 2 അനിയത്തിമാരാണ്, 3 താത്തമാരുമാണ് കേട്ടോ. ഇക്ക ഇടയിലാണ് കേട്ടോ. പിന്നെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു, അവരിപ്പോൾ ഇല്ല. ഉപ്പ ഒരുപാട് നേരത്തെ മരണപ്പെട്ടു, ഇക്കയുടെ ചെറുതിലെ മരണപ്പെട്ടു. ഉമ്മ വന്നിട്ട് ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. ബിരിയാണി വേണ്ട. രാത്രിയുള്ള വിരുന്നൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി, ഞാൻ കിടക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒരുപാട് ലേറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ കിടന്നു. പക്ഷേ രാവിലെ എണീക്കുമ്പോഴേക്കും എനിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു. എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വേർത്തുകൊണ്ടേയിരിക്കുക. ഞാൻ നിലത്തൊക്കെ എണീറ്റ് ഇങ്ങനെ കിടന്നു നോക്കി, എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയാവണില്ല, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അവസാനം രാവിലെ ആകുമ്പോഴേക്കും എൻ്റെ ബോധം പോകുന്ന അവസ്ഥയായി, കണ്ണിന്നൊക്കെ ഒരു ഇരുട്ട് കയറുന്ന പോലെ ഒക്കെ ആയി വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ റെനക്കുട്ടി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലേക്കൊക്കെ വന്നു, അമ്മൊക്കെ വന്നു. പിന്നെ എനിക്ക് ജ്യൂസൊക്കെ അടിച്ചു തരലും, അങ്ങനെ ഒരു രോഗിയുടെ ഒരു പര്യവേഷം ആയിരുന്നു. പിന്നെ 2 ദിവസത്തിന് കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ലപോലെ പോകുന്നുണ്ട്. ടയേർഡൊന്നുമില്ല. എൻ്റെ തന്നെ കുറേ മിസ്റ്റേക്സ് കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ കുറേ പേഴ്സണലി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. നമ്മുടെ ഡിവൈൻ ബ്യൂട്ടി എന്ന ചാനലിൽ ഞാൻ വേറെ ടിപ്സൊക്കെ ഇടുന്നുണ്ട്, അതും ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഏയ് ഓടിക്കോ.